ഇപ്പോൾ ജയലക്ഷ്മി സിൽക്സിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് തത്സമയം പോകുന്നു. ജയലക്ഷ്മി സിൽക്സിൻ്റെ 6ാമത്തെയും കൊച്ചിയിലെ 2ാമത്തെയും ഷോറൂം പാലാരിവട്ടം ബൈപ്പാസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത്. 77 വർഷം പിന്നിട്ടാണ് പുതിയ ഘട്ടത്തിൽ ജയലക്ഷ്മി പ്രവേശിക്കുന്നത്. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം എന്ന നിലയിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് ഉദ്ഘാടനത്തിനായി എത്തുന്നു. നാടമുറിച്ച് ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി. തത്സമയ ദൃശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഹൈബി ഈഡൻ MP, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരെയും കാണാം. ജയലക്ഷ്മി സിൽക്സിൻ്റെ കൊച്ചിയിലെ 2ാമത്തെ ഷോറൂമാണ് പാലാരിവട്ടം ബൈപ്പാസിൽ ഉദ്ഘാടനം കഴിഞ്ഞത്. ജയലക്ഷ്മി സിൽക്സിൻ്റെ 6ാമത്തെ ഷോറൂമാണിത്. കൊച്ചിയിലെ 2ാമത്തെയും പാലാരിവട്ടം ബൈപ്പാസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. 77 വർഷം പിന്നിട്ടാണ് പുതിയ ഘട്ടത്തിൽ ജയലക്ഷ്മി പ്രവേശിക്കുന്നത്. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം എന്ന നിലയിൽ കൂടി ജയലക്ഷ്മി അടയാളപ്പെടുത്തുന്നതാണ്. ജയലക്ഷ്മി സിൽക്സിൻ്റെ 6ാമത്തെ ഷോറൂമാണിത്. കൊച്ചിയിലെ 2ാമത്തെ ഷോറൂമാണിത്. പാലാരിവട്ടം ബൈപ്പാസിലാണ് കൊച്ചിയിലെ 2ാമത്തെ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഒപ്പം MP ഹൈബി ഈഡനുമൊക്കെ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഷോറൂം ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സംഘം നോക്കിക്കാണുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ജയലക്ഷ്മി സിൽക്സിൻ്റെ 2ാമത്തെ ഷോറൂമാണ് അല്പസമയത്തിന് മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ജയലക്ഷ്മി സിൽക്സ് നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം, വിശ്വാസ്യത കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥാപനം ജയലക്ഷ്മി സിൽക്സ്. അതിൻ്റെ 6ാമത്തെയും കൊച്ചിയിലെ 2ാമത്തെയും ഷോറൂമാണ് ഇപ്പോൾ പാലാരിവട്ടം ബൈപ്പാസിൽ ജനങ്ങൾക്കായി തുറന്നു നൽകുന്നത്. പാലാരിവട്ടം ബൈപ്പാസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്പം മുമ്പ് ഷോറൂം ഉദ്ഘാടനം ചെയ്ത് നാടയഴിച്ച് ഉള്ളിലേക്ക് കയറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, MP ഹൈബി ഈഡൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.